ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്കൊക്കെ മനസ്സിൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടും വളരെയേറെ വേദനയോടുകൂടിയും എന്നാൽ അഭിമാനത്തോടു കൂടിയിട്ടും നമ്മൾ ഓരോരുത്തരും ഓർക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ കാരണവരാണ് ആരാധ്യനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള ഭരതേട്ടൻ. ആ ഭരതേട്ടൻ്റെ അനുസ്മരണ യോഗം, അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു ദിവസം എന്നെ രശ്മിൽ വിളിച്ച ഉടൻ തന്നെ ഞാനത് വരണം എന്ന് എനിക്ക് ഡേറ്റ് കൊടുക്കാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഭരതേട്ടൻ അനുസ്മരണം എന്തായാലും വരാം എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ പല പരിപാടികളും അതിനിടയിൽ കയറി വന്നെങ്കിലും ഈശ്വരാധീനം കൊണ്ട് ആ പരിപാടിയിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും എത്താൻ സാധിച്ചു. ഭരതേട്ടനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഭരതേട്ടൻ യഥാർത്ഥത്തിൽ രാജാവായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്. രാജകുടുംബത്തിലാണ് ജനിച്ചത്. രാജകുടുംബത്തിൽ ജനിച്ച എന്നാൽ ഏറ്റവും ഒരു സാധാരണക്കാരനെ പോലെ ഇവിടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച, നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യനായിട്ടുള്ള ഭരതേട്ടൻ. എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഭരതേട്ടന് വലിയ പഠനം നേടിയെടുക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ഭരതേട്ടൻ നിന്നു. കുടുംബ വ്യവസ്ഥിതിയിൽ ഒരുപക്ഷെ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ ഒരു രാജകുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ രാഷ്ട്രീയത്തിനും എല്ലാത്തിനും ഉപരിയായിട്ട് ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഭരതേട്ടൻ കടന്നു വന്നത്. അങ്ങനെ വന്ന ഭരതേട്ടൻ നമുക്ക് ജനസംഘത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ പ്രവർത്തിച്ചു. പിന്നീട് ജനസംഘത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തി. അതിനുശേഷം ജനതാ പാർട്ടിയായപ്പോൾ ആ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ നിന്നു. അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയുടെ പ്രഥമ അധ്യക്ഷനായിട്ട് ഭരതേട്ടന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനായി ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ ഭരതേട്ടന് സാധിച്ചു എന്നുള്ളതാണ്. ആ ഭരതേട്ടൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ അനീതികൾക്കെതിരെയും പോരാടിയിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗത്തു നിന്നും വന്ന അധിക്ഷേപങ്ങളെ, ആക്ഷേപങ്ങളെ, അന്ന് RSSകാരനായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരുടെ ജീവിതം തന്നെ നമുക്ക് ഈ ഭാരതാംബയുടെ മുന്നിൽ ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എത്രയോ ബലിദാനികൾ നമ്മുടെ നാട്ടിലുണ്ടായി. അങ്ങനെ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നല്ല ആർജവത്തോടുകൂടി, പ്രതിബദ്ധതയോടുകൂടി, യഥാർത്ഥ സ്വയംസേവകന്റെ മഹത്വത്തോടുകൂടി നിലനിന്ന ഭരതേട്ടന് തൻ്റെ കുടുംബത്തിൽ നിന്നൊരു മകനെ അദ്ദേഹം യഥാർത്ഥത്തിൽ ആ മകനെ കൈപ്പിടിച്ചു കൊടുത്തത് RSSനാണ്. RSSന് കൈപ്പിടിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹവും പ്രചാരകനായി പ്രവർത്തിച്ചു. ഇന്നും ദുർഗാദാസ്ജിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനകത്തുണ്ട്. കൊല്ലം ജില്ലയില് കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട പോലെ കടക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശം കൊല്ലം ജില്ലയിലുണ്ട്. ആ കടക്കലിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയ്ക്കകത്ത് നിലമേൽ എന്ന് പറയുന്ന ഒരു കോളേജ്, ആ കോളേജില് നമ്മുടെ ABVPയുടെ കുട്ടികൾക്ക് ആക്രമണമുണ്ടായി എന്ന് കള്ളവാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ശ്രീമാൻ ദുർഗാദാസിനെ മടവൂരിൽ, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മടവൂരില് സംഘപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കിളിമാനൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പ്രചാരകനായിരുന്ന ദുർഗാദാസിനെ അവിടേക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ക്രൂരമായിട്ടുള്ള കൊലപാതകം അതുണ്ടായി. സ്വന്തം മകനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വേണ്ടി കൊടുത്ത് ഒരിടത്തും തലകുനിക്കാത്ത ആ മനുഷ്യനോട് ഈ മരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറാമിന്ദ്രിയം എന്ന് പറയുന്ന, നമുക്ക് തോന്നും അല്ലേ, ചില തോന്നലുകൾ നമുക്കുണ്ടാവും. വീട്ടിൽ കുട്ടി സ്കൂളിൽ പോയി വരാൻ നേരം വൈകിയാൽ, അല്ലെങ്കിൽ ഭർത്താവ് വരാൻ നേരം വൈകിയാൽ നമുക്ക് തോന്നും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ തോന്നുന്നത് ചില കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും, ചില ആളുകൾ ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള ദിശയിലായിരിക്കും. എന്തെങ്കിലും ഒരു അപകടം മകനോ അല്ലെങ്കിൽ മകൾക്കോ വീട്ടിലുള്ള ഒരാൾക്കോ വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിനകത്ത് പ്രകമ്പനം കൊള്ളും എന്ന് പറയും. അതുപോലെ ഭരതേട്ടൻ പറഞ്ഞു,
ദുർഗാദാസിന് ഇത് സംഭവിക്കുമെന്ന് എൻ്റെ മനസ്സിനകത്ത് തോന്നലുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഒരു തെറ്റും ചെയ്തില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചു, തന്റെ ജീവിതം മുഴുവൻ കൊടുത്തു, എല്ലാ സൗഭാഗ്യങ്ങളെയും മാറ്റിവെച്ചു. രാജാവിന്റെ അലങ്കാരങ്ങളും അഭിഷേകങ്ങളും ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ചു. സർവ്വസാധാരണക്കാർക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന് അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ ലീഡറായിട്ട് നിലനിന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പുത്രവിയോഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വേദനയാണ്. ആ വേദനയിലും ഒരു കണ്ടുകുമണിയുടെ വ്യത്യസ്തത ആദർശത്തിനകത്ത് ചേർത്തില്ല. എത്രയോ ആളുകളെ ഈ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം വളർത്തിയെടുത്തു. ഭരതേട്ടൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ മകൻ ദുർഗാദാസിയുടെ ഓർമ്മയും നമ്മുടെ മനസ്സിനകത്തേക്ക് വേട്ടയാടപ്പെടുകയാണ്. ഇന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് നമുക്ക് പറയാൻ സാഹചര്യമുണ്ടായി. എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ ദുർഗാദാസിയെ കൊലപ്പെടുത്തി, നിങ്ങൾ ഞങ്ങളുടെ ഭരതേട്ടനെ ജീവിച്ചിരിക്കെ പുത്രവിയോഗം കൊണ്ട് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങളുടെ തെറ്റായ ചെയ്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മനമുരുകിച്ചു കളഞ്ഞുവെങ്കിലും നമ്മുടെയൊക്കെ മനസ്സ് വേദനിച്ചു ആ ചരിത്രത്തിന്റെ ഓർമ്മകൾ പറയുമ്പോൾ. എങ്കിൽ പോലും ഇന്ന് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദയക്രിയയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നിങ്ങൾ ചെയ്ത തെറ്റിന്റെ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ആകെ ഒരേ ഒരു മുഖ്യമന്ത്രി, ഒരേ ഒരു ഭരണകൂടം കേരളത്തിൽ മാത്രം, അതും നിലനിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല. സമ്പത്ത് എത്ര കണ്ട് തന്റെ കയ്യിലുണ്ടോ, എത്ര സമ്പത്ത് കൂട്ടിപ്പിടിക്കാൻ സാധിച്ചുവോ, ആ സമ്പത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജാധികാരത്തിന്റെ ആ പട്ടാഭിഷേകം ഞാൻ മറ്റൊരാൾക്കും നടത്താൻ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കഴിവും പ്രാപ്തിയും അവസാനിച്ചിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തെ എനിക്കും നിങ്ങൾക്കും കേരളത്തിൽ വീണ്ടും കാണാൻ സാധിച്ചത്. രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഭാഗ്യവാനാണ്. കാരണം എന്താണെന്നറിയുമോ? ലോകം കണ്ട ഏറ്റവും വലിയ തന്റേടിയും ദിഷണാശാലിയും ലോകത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾക്കും സേവകനായിട്ട് ഈ രാജ്യത്ത് ഇതുപോലെ ഒരു ലീഡർ, ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പ്രണബ് മുഖർജിയെ പോലെയുള്ള ആളുകൾ അടക്കം പറയുകയും, എന്നാൽ കോൺഗ്രസിന്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ പരസ്യമായി പറയുകയും ആ പാർട്ടിക്കകത്തേക്ക് ഇന്ത്യയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ കടന്നു വരികയും ചെയ്തുകൊണ്ട് ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ മുഖ്യമന്ത്രിയാകാനുള്ള ഭാഗ്യം ഈ ആദ്യത്തെ കൊലപാതക കേസിലെ ഒന്നാമത്തെ പ്രതിയായിട്ടുള്ള പിണറായി വിജയൻ ഉണ്ടായി എന്നുള്ളതാണ്. അതങ്ങനെയാണ്. നമ്മുടെ കാരണന്മാര് പറയും, ദുഷ്ടനെ പന പോലെ വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പലരുടെയും കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കൊലപാതകത്തിന് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തപ്പോ ആ മനുഷ്യൻ പിടഞ്ഞു വീണ് മരിച്ചപ്പോ ആ മനുഷ്യന്റെ ഭാര്യ തുന്നൽ പണിക്ക് പോയിട്ട് കിട്ടിയ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ മകനെയും മകളെയും വളർത്തിയെടുത്തു. അവനെയും വെറുതെ വിട്ടില്ല കണ്ണൂരിലെ മാർക്സിസ്റ്റുകാർ. അവൻ എന്നാണോ 18 വയസ്സ് പൂർത്തിയാകുന്നത് നോക്കിയിരുന്നു, അവനെയും കൊലപ്പെടുത്തി, അവന്റെയും ചോര കവർന്നെടുത്തു. എന്നാൽ ഇതിനെല്ലാമുള്ള ഉത്തരമാണ് കണ്ണൂർ ജില്ലയിൽ നമ്മൾ കണ്ടത്. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം പാർട്ടിയുടെ ചുമന്ന കൊടി മാത്രമേ അരങ്ങുവാഴൂ എന്ന് തീരുമാനിച്ച് തീട്ടൂരം ചാർത്തിയ ഇടങ്ങളിലെല്ലാം സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഈ ഭഗവത്വജത്തിന്റെ നിറമായിട്ടുള്ള കാവിക്കൊടിയും നമ്മൾ ഉയർത്തി, ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയും നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അവിടെ ആളുകൾ മാറി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കല്ല, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരികയാണ്. കണ്ണൂരില് പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് രഘുവേട്ടൻ, അദ്ദേഹം വന്നത് നമ്മുടെ പാർട്ടിക്കകത്തേക്കാണ്. നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ
ആദ്യമായിട്ട് 1995 മലപ്പുറം ജില്ലയിലെ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ടാണ് എന്റെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. എന്റെ കേരളത്തിൽ ഇന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന 90% വരുന്ന ആളുകളുടെയും അനുഗ്രഹം കൊണ്ടും സ്നേഹം കൊണ്ടും മലപ്പുറം ജില്ലയുടെ ഈ മണ്ണിൽ നിന്നാണ് എനിക്ക് കേരളത്തിന്റെ പൊതുപ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചതെങ്കിൽ, അങ്ങനെയുള്ള നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ആലപ്പുഴ ജില്ലയിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ അത് പറയാനാണ്, അല്ലാതെ ഞാൻ വളർന്നതിനെ കുറിച്ച് പറയാനല്ല എന്റെ പോയിന്റ്. ഞാൻ ആലപ്പുഴയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് പുന്നപ്രയിലെ തെക്കും വടക്കും, അവിടെയാണ് വയലാർ. ആ പുന്നപ്രയിലും വയലാറിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്നവരെല്ലാം വോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെയെല്ലാം 1ാം സ്ഥാനത്ത് വന്നു എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളം നിരാകരിച്ചു എന്നതിന്റെ സൂചനയാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മടവൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമാൻ വി മുരളീധരൻ അവിടെ വിവിധങ്ങളായിട്ടുള്ള ബൂത്തുകളിൽ 1ാം സ്ഥാനത്ത് വന്നു. അവിടെ എനിക്കും മത്സരിക്കാനുള്ള യോഗമുണ്ടായിരുന്നു. ആറ്റിങ്ങലിലെ സർവത്ര മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയും, ആ കോട്ടയ്ക്കകത്തും വിള്ളൽ വീണു. അവിടെയും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയി. നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയും ഉണ്ടായിട്ടല്ല, ഒരു MLA യും ഉണ്ടായിട്ടല്ല, ഒരു MP യും ഉണ്ടായിട്ടല്ല. വാസുമാഷുടെയൊക്കെ ഇവരുടെ എല്ലാം തന്നെ പ്രവർത്തന കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുക മാഷുമാരുടെ ജില്ല എന്നാണ്. എവിടെ നോക്കിയാലും ഉത്തരവാദിത്വങ്ങളിൽ മാഷുമാരുണ്ടാവും. എന്താ കാരണം? ഇവർ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് റിട്ടയർമെന്റ് ചെയ്ത് സുഖജീവിതം ആസ്വദിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങൾക്ക് മനസ്സുള്ള സമയം മുഴുവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരു കൂട്ടം വരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേർന്നു. ഞാനൊന്നും അധ്യാപികയായിട്ടില്ല, എനിക്കൊന്നും ഒരു ഡിഗ്രി അല്ലാതെ കൂടുതൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാനില്ല. പക്ഷേ എനിക്ക് അഭിമാനമുണ്ട്, നമ്മുടെ മലപ്പുറം ജില്ലയില് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ നമ്മുടെ ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന നമ്മുടെ ഹൃദയമായിട്ടുള്ള ഭരതേട്ടന്റെ നേതൃത്വത്തിൽ നിങ്ങളിൽ പലർക്കും മുതിർന്ന ആളുകൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും സാധിച്ചു എന്നുള്ളത്. സതി ഇവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടൂര് ഗോപാലട്ടനെ കുറിച്ച് സ്മരിക്കാതെ നമുക്ക് ഭരതേട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോപാലട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു താഴ്ന്ന കുടുംബത്തിൽ നിന്ന്, ഒരു SC വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നിട്ട് ആ ഗോപാലട്ടനെ കേരളത്തിന്റെ മുഖമായി മാറാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അച്ഛൻ ആനപ്പുറത്തിരുന്നത് കൊണ്ട് തഴമ്പുണ്ടായി എന്ന് പറയുന്നവരല്ല ഇവിടെ ഇരിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ. നമ്മൾ തന്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോയി പ്രസ്ഥാനത്തെ നയിച്ചു. അങ്ങനെ പ്രസ്ഥാനത്തെ നയിച്ചപ്പോ മാറ്റങ്ങളെല്ലാം മാറിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തിയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ ഭരതേട്ടനെ കുറിച്ച് ഓർക്കുന്ന ഈ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ജനസംഘ പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് ഇന്നൊരു പക്ഷേ ഭരതേട്ടനില്ല. എന്നാൽ നമുക്കറിയാം, ഏകാത്മ മാനവ ദർശനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഗാന്ധിസവും, അതായത് മുതലാളിത്തത്തിന്റെ വക്താക്കളായിരുന്നു കോൺഗ്രസുകാർ. തൊഴിലാളിവൽക്കരണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ ആ രണ്ട് ആശയങ്ങൾക്കും ചോർച്ച സംഭവിച്ചു. മുതലാളിത്തം മാത്രമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃനിരയിൽപ്പെട്ട ആളുകൾ പല പ്രദേശങ്ങളും നമ്മളിലേക്ക് വരികയും നമ്മുടെ പ്രസ്ഥാനം വളരുകയും വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകൾ ഇന്ന് നമ്മൾ ഭരിക്കുകയാണ്. ഞാൻ അതാണ് തെരഞ്ഞു നോക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ച് നമുക്കിപ്പോ ആർജവത്തോടു കൂടിയിട്ട് പറയാൻ സാധിക്കും, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി RSSകാരനായിട്ടുള്ള യോഗി ആദിത്യനാഥാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ യാദവാണ്. ആസാമിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായിരുന്നു, പിന്നീട് BJPയിലേക്ക് വന്ന് അവിടുത്തെ പ്രഗത്ഭമതിയായിട്ടുള്ള ലീഡർ സർവാനന്ദ
സോനോവാളിനോടൊപ്പം കൈ ചേർത്ത് പിടിച്ച് സർവാനന്ദ സോനോവാൾ ഇന്ന് പോർട്ടിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നു. മോദിജിയുടെ അരികിൽ മുഖ്യമന്ത്രിയായിട്ട് പഴയ കോൺഗ്രസുകാരനായിട്ടുള്ള ഹിമന്ത, അദ്ദേഹം ആസാമിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുകയാണ്. ഉത്തരാഖണ്ഡില് അവിടെ പുഷ്കർ ധാമിയാണ് മുഖ്യമന്ത്രി. ത്രിപുരയിൽ നമ്മുടെ മണിക് സാഹയാണ് മുഖ്യമന്ത്രി. ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ആരാധനായിട്ടുള്ള ഭരതേട്ടൻ. ആ ഭരതേട്ടൻ കൊളുത്തി തന്ന ദീപമുണ്ടല്ലോ, ആ ദീപത്തെ അണയാതെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് രശ്മിൽ ഉൾപ്പെടെയുള്ള, രശ്മിൽ ചെറുപ്പക്കാരനാണ്, രശ്മിൽ ഇവിടെ ഇപ്പോ പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിന്റെ മുൻവഴികളിലേക്ക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇന്നിരിക്കുന്ന ഞാൻ ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ ഞാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ എനിക്ക് എടപ്പാളിലെ ദേവകി അമ്മയെ കാണാൻ സാധിക്കും. എടപ്പാളിലെ ദേവകി അമ്മ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനേക്കാൾ ഊർജ്ജസ്വലയായി നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോ അവിടെ കയറി ചെന്ന് പോലീസ് സ്റ്റേഷനകത്ത് ചെന്ന് ഇരിക്കുന്ന സബ് ഇൻസ്പെക്ടറുടെ കസേര വലിച്ചെറിഞ്ഞ് നമ്മുടെ പ്രവർത്തകന്മാരെ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന തന്റേടിയായ ദേവകി അമ്മയുടെ ഓർമ്മ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുണ്ടാകും. നമുക്ക് ഗുരുവായൂരില് കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ദേവകി അമ്മയെ പോലെ തന്നെയായിരുന്നു ഗുരുവായൂരില് കരുണാകരന്റെ കാലഘട്ടത്തിൽ കരുണാകരനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുമെന്ന് പറഞ്ഞ വിനോദിനി അമ്മയെ പോലെയുള്ള ആളുകൾ, രാധാ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, ഇവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. കാരണം എന്താണ്? കാതലായിട്ടുള്ള നേതാക്കന്മാരുടെ ഊർജവും ആ നേതാക്കന്മാരുടെ സമയവും അത് കേരളത്തിൽ ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പാർട്ടി നമ്മൾ കാണുന്ന രീതിയിലായത്. അത് ചിലപ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാകില്ല, PhD ഉണ്ടാകില്ല, പ്രൊഫസർ ആയിരിക്കില്ല, വക്കീലായിരിക്കില്ല, അധ്യാപകനായിരിക്കില്ല. പക്ഷേ സംഘത്തിന്റെ സ്വയംസേവകനാകാൻ വിസിലടിച്ചപ്പോ ആ ശാഖയിൽ മുഖ്യ ശിക്ഷകായി പോയി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞപ്പോ മകളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ, മകനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ, കുടുംബം നോക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ പ്രസ്ഥാനത്തെ വളർത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെന്ന് കരുതിക്കൊണ്ട് ഒന്നാം സ്ഥാനം സംഘടനയ്ക്ക് കൊടുത്തിട്ടുള്ളവർക്ക് മുഴുവനും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതാരും എഴുതി തരേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. എത്ര വർഷം മുമ്പാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനോടൊപ്പം ഞാൻ പൊതുയോഗത്തിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടോ, നമ്മൾ ആരെങ്കിലും പരിശോധിച്ചില്ല. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചാൽ ആ സ്ഥലങ്ങളിൽ പോവുക, പ്രസംഗിക്കുക. വളാഞ്ചേരിയില് ഞാൻ ഇന്നും ഓർക്കുകയാണ്, വളാഞ്ചേരിയിൽ ഒരു പ്രസംഗം കഴിഞ്ഞപ്പോ ചങ്ങരംകുളത്ത് ഒരു തീവ്രവാദിയായിട്ടുള്ള മുസ്ലിം അദ്ദേഹം ചോദിക്കുകയാണ്, ഇത് മലപ്പുറമാണ് എന്ന് ഓർമ്മയുണ്ടോ? അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, മലപ്പുറം ജില്ലയാണെങ്കിൽ പ്രസംഗിക്കാൻ പറ്റില്ലേ? അപ്പോ പറഞ്ഞു, 1921 കത്തിയെ കുറിച്ച് ഇനി എവിടെയും പ്രസംഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ശരീരത്തിൽ ചോര ഒഴുകുന്നിടത്തോളം, ജീവൻ ഉള്ളിടത്തോളം 1921 ഇവിടെ നടത്തിയിട്ടുള്ള അന്യായത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക്, ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പല ആളുകളും, കേരളത്തിലെ NIA ഉദ്യോഗസ്ഥന്മാർ വന്ന് പല ആളുകളെയും കയ്യിൽ എടുത്ത് തൂക്കി കൊണ്ടുപോയിട്ട് തീഹാർ ജയിലിലൊക്കെയാണ് പല ആളുകളും ഇന്ന് കിടക്കുന്നത്. നമ്മൾ മുസൽമാനെതിരാണോ? അല്ല. നമ്മൾ മുസൽമാനെതിരാണെങ്കിൽ എങ്ങനെയാണ് ആലി ഹാജി നമ്മളുടെ പാർട്ടിയിൽ എത്രയോ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചത്? നമ്മൾ മുസ്ലിമിനെതിരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ബാദുഷാ തങ്ങൾ, അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത്? നമ്മൾ മുസൽമാനെതിരാണെങ്കിൽ സുൽഫത്ത് എങ്ങനെയാണ് BJP-കാരിയായത്? അപ്പം നമ്മൾ മുസൽമാനെതിരല്ല, എന്നാൽ നമ്മൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുത്തുന്ന, രാജ്യസ്നേഹമില്ലാതെ ലോകരാജ്യങ്ങളിലെ ഭീകരവാദികളെ കുറിച്ച് സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന, ഭാരതത്തിൽ കച്ചവടം നടത്തുമ്പോ, ഭാരതത്തില് മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ചയക്കുമ്പോ ആ മുഴുവൻ മുസ്ലിം സുഹൃത്തുക്കളെയും നമ്മൾ അംഗീകരിക്കും,
നമുക്ക് അവരോടെല്ലാം ആദരവുണ്ട്. ഡോക്ടർ അബ്ദുൽ കലാമിനെ RSSകാരനായ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ സമയത്ത് രാഷ്ട്രപതിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുസൽമാനെതിരല്ല, നമ്മൾ മുസ്ലിങ്ങളെ സ്നേഹിക്കും, ഹൃദയപൂർവ്വം ചേർക്കും. ഒരു വൈസ് ചാൻസലറായിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ സാധിച്ചു. ധാരാളം മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട്. മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോ മുസ്ലിം ലീഗുകാരെക്കാൾ കൂടുതൽ മെമ്പർമാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ നരേന്ദ്രമോദിയെ കണ്ട് മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് നമ്മുടെ പാർട്ടിക്കകത്ത് എടുത്തിട്ടുണ്ട്. എന്നാൽ രാജ്യദ്രോഹികളുമായി സന്ധി ചെയ്യാൻ നമ്മൾ രാമചന്ദ്രേട്ടന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് രാമചന്ദ്രേട്ടന്റെ മതം എന്താണ് എന്ന് നോക്കി കലിമ ചൊല്ലാൻ അറിയില്ല എന്ന കാരണം കൊണ്ട് രാമചന്ദ്രനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ഭീകരവാദിയെ എതിർത്തത് മറ്റൊരു മുസൽമാനാണ്. വേറൊരു മുസ്ലിം വന്നപ്പോ അവനെയും കൊലപ്പെടുത്തി. കലിമ ചൊല്ലാൻ അറിയുന്ന മുസ്ലിം ചെറുപ്പക്കാരനെയും കൊലപ്പെടുത്തി. എന്താ അതിനർത്ഥം? ഭീകരവാദിക്ക് മതമില്ല, അവൻ ഭീകരവാദി, മതമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോ ആ രാമചന്ദ്രൻ മരിച്ചു. മറ്റൊരാൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവിനെ കൺമുന്നിലിട്ടുകൊണ്ട് കൊന്നു. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൊന്നു, എനിക്കിനി ജീവിക്കണ്ട, എന്നെ കൂടി നിങ്ങൾ കൊന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞപ്പോ നീ നിന്റെ നരേന്ദ്രമോദിയോട് പോയി പറ എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദിയോട് പറഞ്ഞു, TV ചാനലിലൂടെ നരേന്ദ്രമോദിയോട് പറ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഈ രാജ്യത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ അമ്മ, ആ പാവപ്പെട്ട സ്ത്രീ പ്രസവിച്ച് വളർത്തിയിട്ടുള്ള മക്കളിൽ നിന്ന് ഒരു സാധാരണക്കാരൻ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു വന്ന് വളർന്നു വന്ന് രാഷ്ട്രീയത്തിന്റെ എല്ലാ കനൽ വഴികളും താണ്ടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ ഹാട്രിക് വിജയം നേടിയ, ലോകം ആരാധ്യതയോടുകൂടി നോക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയോട് നീ ഒന്ന് പോയി പറയൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കോൺഗ്രസ്സുകാർ ചോദിച്ചു, എന്താ തിരിച്ചടിക്കാത്തത്, എന്താ യുദ്ധം വരാത്തത്? കോൺഗ്രസ്സുകാർ എപ്പോഴും അങ്ങനെയാണ്, തിരിച്ചടിച്ചാൽ കുറ്റം, തിരിച്ചടിച്ചില്ലെങ്കിലും കുറ്റം. അതാണ് രാഹുലിന്റെ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. എന്നാൽ രാമചന്ദ്രേട്ടൻ മരിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കാണാൻ പോകാൻ സമയമുണ്ടായില്ല. തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി സമ്മേളനം നടക്കുന്ന ഇടങ്ങളിലേക്ക് സ്വന്തമായിട്ടുള്ള ഹെലികോപ്റ്ററിൽ പറന്നു വരുന്ന പിണറായി വിജയന് മരണപ്പെട്ട ഈ തീവ്രവാദി കൊല ചെയ്തിട്ടുള്ള രാമചന്ദ്രേട്ടന്റെ ബോഡിയിൽ ഒന്ന് സ്പർശിക്കാനോ ഒരു റീത്ത് വെക്കാനോ സമയമുണ്ടായില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മുസൽമാനായിട്ടുള്ള, ഖുറാനിൽ വിശ്വസിക്കുന്ന, നമാസ് നടത്തുന്ന, നമുക്കറിയാം കാശ്മീരിലെ ഒമർ അബ്ദുള്ള, അവിടെ മരിച്ചു വീണ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമസ്കാരം മുഴുവൻ കഴിയുന്നത് വരെ അവിടെ കാവൽ നിന്നു, രാജ്യത്തോട് കൂറ് പ്രകടിപ്പിച്ചു. ഇവിടത്തെ MA ബേബി ഇറക്കിയ പോലെ സ്റ്റേറ്റ്മെന്റ് കാശ്മീരിൽ ഒരുത്തനും ഇറക്കിയില്ല. കാരണം ഒമർ അബ്ദുള്ള പറഞ്ഞു, ഇത് രാജ്യത്തെ സ്നേഹിക്കുന്നവരും തീവ്രവാദികളും തമ്മിലുള്ള യുദ്ധമാണ്, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം സൂക്ഷിക്കണമെന്ന് അവിടുത്തെ നേതാക്കന്മാരോടും പറഞ്ഞു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ലീഡർ ഖർഗെയോടും പറഞ്ഞു, നിങ്ങൾ AICCയുടെ സ്റ്റേറ്റ്മെന്റ് തിരുത്തണം. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾ രാജ്യത്തോട് കൂറ് പുലർത്തണമെന്ന് പറഞ്ഞതും ഖുറാൻ വലത്തെ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒമർ അബ്ദുള്ളയായിരുന്നുവെങ്കിൽ രാജ്യസ്നേഹികളെയും രാജ്യദ്രോഹികളെയും തിരിച്ചറിയാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് മലപ്പുറം ജില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയാണ് എന്നുള്ള തോന്നൽ ഇവിടത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേണ്ട. ജനം സംഘടിച്ചാൽ ഇവിടെ നിന്നും താമര ചിഹ്നത്തിൽ കാശ്മീരിൽ നിന്ന് ആളുകൾ ജയിച്ച് പാർലമെന്റിലേക്ക് പോയതുപോലെ താമര ചിഹ്നത്തിൽ ഇവിടെ നിന്നും വിജയമുണ്ടാകും. ആ നാൾ വഴികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ ഈ പ്രസ്ഥാനത്തെ കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് ആർജവത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടിട്ടും പിടിച്ചു നിർത്തിയത് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം
സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള ഭരതേട്ടന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിലും അതുപോലെ തന്നെ ദുർഗാദാസിയുടെ ഓർമ്മകൾക്ക് മുന്നിലും കാവിപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഓഡിറ്റോറിയത്തിൽ ഒരു നല്ല പ്രസംഗം നടത്താനുള്ള ഒരു അറിവും അല്ലെങ്കിൽ പ്രാപ്തിയുമുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ പണി റോഡിലാണ്. റോഡിലൊരു മൈക്ക് തന്നാൽ അവിടെ കാര്യങ്ങൾ വെടുപ്പായിട്ടും കൃത്യതയോടും കൂടി പറയാൻ അതിനെനിക്ക് സാധിക്കും. ഇവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ബാലകൃഷ്ണേട്ടനോട് പറഞ്ഞു. ബാലകൃഷ്ണേട്ടനായിരുന്നു ഇവിടെ ഈ കാര്യങ്ങൾ കുറെ കൂടുതൽ വ്യക്തതയോടുകൂടിയിട്ട് പറയേണ്ടത്. ഇനി ഞാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കുറയ്ക്കുമോ എന്ന് എനിക്കറിയില്ല. അതൊട്ടും കുറയ്ക്കാതെ കാര്യങ്ങളെല്ലാം ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിനും ഈ ഓർമ്മയിൽ എനിക്ക് രണ്ട് വാക്ക് പറയാൻ സാധിച്ചതിനും ഈ ഊർജം, ഇത് ഇന്നത്തെ പരിപാടിയിൽ നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഭരതേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഗോപാലേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഊർജമുണ്ട്. ആ ഊർജം 9 തവണ തോറ്റിട്ടും തോറ്റതിൽ സന്തോഷിക്കുന്ന ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കാരിയാണ് ഞാൻ. അപ്പോ ആ ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭരതേട്ടന്റെ ഓർമ്മകളും അദ്ദേഹത്തെ കുറിച്ച് മുതിർന്ന മലപ്പുറം ജില്ലയിലെ നേതാക്കന്മാർ പകർന്നു തന്നിട്ടുള്ള വാക്കുകളും ഹൃദയത്തിൽ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. വന്ദേ മാതരം. പ്രേമൻ മാസ്റ്റർ, OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ബിജു, ശ്രീ ഷിജു, ഷിനോജ്, അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് എൻ്റെ യുവമോർച്ച കാലഘട്ടം മുതൽ എൻ്റെ സുഹൃത്തും സഹോദരതുല്യനുമായിട്ടുള്ള ആളാണ്. ഒരു പിടി നേതാക്കന്മാർ, അജി തോമസ്, പ്രിയപ്പെട്ട ചുമതലകൾ ഇപ്പം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, സുബ്രഹ്മണ്യേട്ടൻ, യുവമോർച്ചയുടെ പ്രിയപ്പെട്ട അശോക് കുമാർ. നേതാക്കന്മാരുടെ എണ്ണം കൂടുതൽ ഉള്ളതുകൊണ്ടും ഒരാളുടെ പേര് നഷ്ടപ്പെട്ടാൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടും രണ്ടാമത്തെ നിരയിൽ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. മുഴുവൻ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടൊരാൾ നമ്മുടെ പ്രഭാരി, അത് പേര് പറഞ്ഞില്ലെങ്കിൽ ഇനി വയനാട്ടിലേക്ക് കടക്കാൻ പറ്റില്ല, സജി ശങ്കർ അവിടുത്തെ ജില്ലയുടെ അധ്യക്ഷനായിരുന്നു. സജി ശങ്കർ എത്രയോ പൊതുയോഗങ്ങൾക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ആ പരിപാടിയിലെല്ലാം ചെന്നിട്ടുണ്ട്. സജി അവിടെ ജില്ലയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴും സംസ്ഥാനത്തെ ലീഡറായിരിക്കുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുപോയി ഓരോ മുക്കിലും മൂലയിലും പ്രസംഗിപ്പിക്കുക എന്നുള്ളതായിരുന്നു സജി ശങ്കറിൻ്റെ വലിയ ഒരു പരിപാടി. അപ്പോൾ വേദിയിൽ സജി ശങ്കർ ഉണ്ട്. എന്നെ എനിക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നാരായവേരുകളായിട്ടുള്ള സഹോദരൻ